ഹായ് ഫ്രണ്ട്സ്, ആനന്ദം പെറ്റ്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മളിന്ന് സിൽവർ ഫെസൻറ്റിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 2-3 കളറ് സിൽവർ ഫെസൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഗോൾഡൻ ഫെസൻറ്റ്, ആംസ്റ്റർ, സിൽവർ ഫെസൻറ്റ്. ഒരു കളർ കൂടി ഉണ്ട്, ഞാനത് ആഗ്രഹിച്ചാണ്, എന്നാൽ അത് എടുക്കാൻ പറ്റിയില്ല. ഇത് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ കയ്യിലുള്ള സിൽവർ ഫെസൻ്റാണ്. ഇത് ആംസ്റ്ററും ഗോൾഡ് ഫെസൻറ്റും നല്ല സൈലൻ്റാണ്. പക്ഷേ ഇത് ഭയങ്കര കൊത്താനായിട്ട് നമ്മൾ കൈയുടെ ഭക്ഷണം എല്ലാം വെച്ച് കൊടുക്കാനായിട്ട് പോകുമ്പോൾ കൊത്താനായിട്ട് വരും. കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട് പ്രത്യേകതയാണ് നമ്മൾ. ഇതിന് മെയിലിനെ കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ ഫീമെയില് കുറച്ചൊരു ആഷ് കളറിലായിരിക്കും. ഇത് നമ്മൾ നേരത്തെ ഫെസൻറ്റിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഫെസൻ്റാണ്. 3-4 തരം ഫെസൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ആംസ്റ്റർ എന്ന് ഇതിൻ്റെ പേര് ആംസ്റ്ററാണ്, ലേഡി ആംസ്റ്റർ. ഇതിൻ്റെ 2 മെയിലും ഫീമെയിലും വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ കാണിച്ചത് ഫീമെയിലാണ്, ആദ്യം കാണിച്ചത് നമ്മൾ മെയിലാണ്. ഇതും ഗോതമ്പും അല്ലെങ്കിൽ ഇതിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗോതമ്പ്, തണ്ണിമത്തൻ, പയറ് വർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാം കഴിക്കും. ഇത് ഏകദേശം എഗ്ഗ് 30 to 60 തന്നെയാണ് ഇതിൻ്റെ എഗ്ഗ് ഇടുന്നത്. ഇൻക്യുബേറ്ററിൽ വിരിയിച്ച് അങ്ങനെ കുട്ടികളെ കൊടുക്കുകയാണ്. ഇപ്പൊന്നും കൊടുക്കാറായിട്ടില്ല, ആയതെല്ലാം കൊടുത്തു നമ്മുടെ കയ്യിൽ നിന്ന്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ സിൽവർ ഫെസൻ്റാണ്. ഇത് നമ്മുടെ അടുത്തതായിട്ടൊരു ഗോൾഡൻ ഫെസൻ്റാണ്. ഏറ്റവും നല്ല കാണാനായിട്ട് ഭംഗിയുള്ളൊരു ഫെസൻറ്റിൽ പെട്ട ഒരു ഇതാണ് ഗോൾഡൻ ഫെസൻറ്റ്. മോൾട്ടിംഗ് ടൈമിലെല്ലാം അതിൻ്റെ ഫെദറെല്ലാം പോയി കാണാൻ ഇതുണ്ടാവില്ല. എന്നാലും ഇത് മോൾട്ടിംഗ് ടൈമല്ല, ജനുവരി തൊട്ടാണ് ഇതിൻ്റെ എഗ്ഗിങ് ടൈം. ആ സമയത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെദറെല്ലാം പോയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ട് വളരെ ഒരു മയിലിൻ്റെ മാതിരിയെല്ലാം തോന്നും, നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. ഗോതമ്പ് അങ്ങനെ പല തീറ്റകളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കൂടായതുകൊണ്ടാണ് നമുക്ക് അത്ര ക്ലിയർ കിട്ടാത്തത്. അവിടേക്കും ഇവിടേക്കും ഓടി നടക്കുന്നതുകൊണ്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും.